ഇന്ന് നമ്മളെ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലെ തവാങ്മാങ്ങു എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനിലേക്കാണ്. ഇവിടുത്തെ സെൻട്രൽ ജാവയിലെ ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനാണ് ഈ തവാങ്മാങ്ങു. കാരണം ഇവരിവിടെ അറിയപ്പെടുന്നത് തന്നെ ഈ തവാങ്മാങ്ങു സെൻട്രൽ ജാവയിലുള്ള ഒരു സ്വിറ്റ്സർലാൻഡ് എന്ന രീതിയിലാണ് ഇവരിവിടെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് റൈഡ് തുടരാം. റൈഡ് പോകാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലമാണിത്. കാരണം ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് നമുക്ക് മലനിരകളിലൂടെ റൈഡ് ചെയ്യാനും പിന്നെ വീഡിയോസ് പകർത്താനും സ്നാക്സ് കഴിക്കാനും ഒക്കെ ഉള്ള അനുയോജ്യമായ രീതി എന്ന് പറഞ്ഞാൽ ബൈക്ക് റൈഡ് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ബൈക്ക് റൈഡ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലൂടെ കണ്ടിന്യൂ ചെയ്യാം. തവാങ്മാങ്ങു കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്ത് അടിപൊളിയായിട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബൈക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഏതാനും കിലോമീറ്റർ, ഒരു 10-30 കിലോമീറ്റർ ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും പുറപ്പെട്ടപ്പോൾ ഈ തവാങ്മാങ്ങു എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മലനിരകളുടെ താഴെ തന്നെ കാണാൻ പറ്റിയ ചെറിയൊരു ക്ഷേത്രമാണ്. ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു പരമ്പരാഗത രീതിയിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഏകദേശം രൂപങ്ങളൊക്കെ ഇതുപോലെ തന്നെ വലിയ സ്തൂപങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവരുണ്ടാക്കല്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടപ്പോൾ ഞാനിവിടെ നിർത്തിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളൂ. അകത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. കാരണം എന്താ പറഞ്ഞാൽ അവിടെ എന്തൊക്കെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പം കടക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാനും വേണ്ടി ഒന്ന് ഷൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കെന്ത് ചെയ്യാം, എന്നിട്ട് വീണ്ടും നമ്മളെ ജേണി കണ്ടിന്യൂ ചെയ്യുക. ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് കാരണം ഇതൊരു സംഭവം ആയതുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവും. ഈ പൈപ്പുകളൊക്കെ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ അംഗശുദ്ധി വരുത്തുക, കൈ കാലൊക്കെ കേക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് കയറുന്നതിനുള്ള പൈപ്പുകളാണിത് എന്നാണ് ഞാൻ ഇവിടുന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്. എന്തായാലും ഇപ്പോൾ അവിടെ പ്രവേശനം ഇല്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ മെയിൻ്റനൻസ് വർക്കുകളും കാരണങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് പ്രവേശനം ഇപ്പം അവിടേക്കില്ല. ഇതിൻ്റെ ചാരിയിട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ ഇത്. ഈ ക്ഷേത്രത്തിൻ്റെ ചാരിയിട്ട് കിടക്കുന്ന ഒരു ഗ്രാമീണ പ്രദേശം ഉണ്ടോ, നെൽവയലുകൾ. ഇവിടുത്തെ സ്റ്റൈല് തന്നെയാണ്. ഇന്തോനേഷ്യയിലെ നെൽകൃഷികളും ഭൂമികളും ഒക്കെ ഇങ്ങനെ തന്നെ അതിസുന്ദരമായിട്ട് ഇങ്ങനെ കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഒട്ടുമിക്ക വീഡിയോകളിലും നമുക്കത് കാണാൻ കഴിയും. നമ്മളിതിന് മുന്നൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാമീണ മേഖലകളിലൊക്കെ. അതിലൊക്കെ ഇതേപോലത്തുള്ള ഗ്രാമങ്ങളും കൃഷിഭൂമികളും തന്നെയാണ് കാണാൻ പറ്റുന്നത്. എന്തായാലും വേണ്ടില്ല, നമുക്കെന്ത് ചെയ്യാം, ജേണി കണ്ടിന്യൂ ചെയ്യാം. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി എന്നേ ഉള്ളൂ. അടിപൊളി റോഡാണ് കേട്ടോ. പിന്നെ സൈഡിലേക്കൊക്കെ നോക്കിയാൽ കാണാം നല്ല കാഴ്ചകളാണ് ഒരു സൈഡിൽ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഹിൽ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി കയറി വരുന്നുണ്ട് മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ. ഇത് ഭയങ്കര അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം ഒരു സംശയമില്ല. കാരണം ഒരു ഭാഗത്ത് കണ്ടു കൃഷിയാണ് ഇവിടെ. ഞാൻ ഏകദേശം കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മളെ റൈഡ്. ഹില്ലിലേക്ക് ഇങ്ങനെ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഹെയർ പിന്നുകളൊക്കെ കഴിഞ്ഞു. ഇനിയുണ്ട് ഏകദേശം കുറേ ഭാഗങ്ങൾ. മലനിരകൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ കാണുന്നത് കണ്ടോ ദൂരമായിട്ട്. അതൊക്കെ നമുക്ക് ഏകദേശം കയറി പോകണം. താഴെ തന്നെ കൃഷിയിടങ്ങളാണ്, ചെറിയ വീടുകളുണ്ട് അവിടെ. ഒരു സൈഡിൽ ഇതാ അപ്പുറത്ത് തന്നെ ഇവിടെ കൃഷി തന്നെയാണ്. നല്ല തണുപ്പൊക്കെ വരുന്നുണ്ട് ഇപ്പം. കണ്ട ആളുകളൊക്കെ കോട്ടിട്ടിട്ടാണ് പോകുന്നത്. തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ കാണുന്നത് പയർ കൃഷിയാണ്. തൊട്ടടുത്ത് കണ്ടില്ലേ, ഇത് പയറാണ്. പയർ കൃഷി ചെയ്യുന്നതാണ്. ഇത് എല്ലാ കൃഷികളുണ്ട്. വാഴക്കൃഷി, താഴെ ഒരുപാട് പല ടൈപ്പ് കൃഷികളുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് ഞാൻ കണ്ടപ്പോൾ നിർത്തിയെന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഒരു സൈഡിലത് ഫർണിച്ചറിൻ്റെ ചെറിയ എന്തോ കടയാണിത്.
പക്ക നേച്ചർ കേട്ടോ. മല മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. അരുവിയായിട്ട് ഇങ്ങനെ റോഡ് സൈഡിലൂടെ ഒഴുകി പോണത്. കൃഷി സ്ഥലങ്ങളിലും മറ്റും ഇവർ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ട് വിടും. അങ്ങനെ ചെറിയ അരുവികൾ ഇങ്ങനെ ഒരുപാട് പോകുന്നുണ്ട്. എന്തായാലും നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നല്ലൊരു മോർണിംഗിൽ നല്ലൊരു ക്ലൈമറ്റ്, നല്ല വെതർ, ഗുഡ് ഫീലിംഗ്, ഗുഡ് വൈബ്. ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് പല ഭാഗത്തുനിന്ന്. ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളുണ്ട്, അല്ലാതെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ. എല്ലാ ആളുകളും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണിത്. കാരണം പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണ്. റോഡ് സൈഡിലൂടെ തന്നെ ചെറിയൊരു അരുവി ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു കൃഷിസ്ഥലവും. ഇന്തോനേഷ്യൻ്റെ ഗ്രാമപ്രദേശങ്ങൾ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നല്ല നേച്ചറാണ് ഇവിടുത്തെ. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരപ്പോൾ അതിനു വേണ്ടി ബൈക്ക് ഇപ്പോൾ നിർത്തിയതാണ്. ഓക്കെ, റോഡ് സൈഡിൽ നിന്നുള്ള കാഴ്ചയാണിത്. ജസ്റ്റ് ഒരു നോർമൽ ഒരു ഗ്രാമം, അല്ലാതെ ഒരു ടൂറിസ്റ്റ് സംഭവങ്ങളൊന്നും അല്ല ഇത്. ഇത് പോകുന്ന വഴിയിലുള്ളൊരു സംഭവമാണ്. കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കൃഷി സ്ഥലം. ചെറിയ നെൽകൃഷി ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെ അതായത് ഉള്ള ലാൻഡിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെൽകൃഷി ഉണ്ടാക്കിയതാണ്. അതായത് ലാൻഡിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. കാരണം ഭയങ്കര ഒരു ഹിൽ സ്റ്റേഷനാണല്ലോ, മൗണ്ടൻ സ്റ്റേഷൻ ആയതുകൊണ്ട് അതിൻ്റെ പരിമിതികളിൽ വെച്ചിട്ട് മാക്സിമം അവർ നെൽകൃഷി ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് വേറെ എന്തൊക്കെയോ കൃഷികളുണ്ട്. ഒരു സ്ത്രീ അവിടെ വർക്ക് ചെയ്യുന്നു. ഓ, നല്ല കയറ്റാട്ടോ. ഇത് ഉള്ളിയാണ്, ഉള്ളി കൃഷിയാണ്. പമ്പയുണ്ട്, വാട്ടർ ഇങ്ങനെ നമ്മളെ ശരീരത്തിലേക്ക് തെറിക്കുന്നുണ്ട്. ആൾറെഡി നല്ല തണുപ്പാണ്, അതിന് പുറമെ ഇതും കൂടി സഹിക്കാൻ വയ്യ. എന്തായാലും ഇത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കയറിയതാണ് റോഡ് സൈഡിൽ നിന്ന്. തവാങ്മാങ്കു എന്ന ഹിൽ സ്റ്റേഷനിലെ സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പോൾ തവാങ്മാങ്കു എന്ന റീജിയനിൽ എത്തിക്കഴിഞ്ഞു. അപ്പം ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്തിട്ട് മുകളിലേക്ക് പോകാനുണ്ട് ഹിൽ സ്റ്റേഷൻ്റെ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ നിർത്തി എന്നതേ ഉള്ളൂ. ഒരു കൃഷിസ്ഥലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ അത് ഇന്തോനേഷ്യൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇത്തരം സ്ഥലങ്ങളൊന്നും ആളുകൾക്ക് അറിയില്ല, നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നേ. എല്ലാവരെയും ധാരണ തരണോ, ഈ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലി ഇങ്ങനെ 1-2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. ഇത് അതിവിശാലമായി കിടക്കുന്ന ഒരു ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്, ഈ കൺട്രി. അത് ഇവിടെ നമുക്ക് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്ത് തീരൂല. നമ്മൾ ഇന്ത്യയെ പോലെ തന്നെ ഉള്ള അത്ര വിശാലമായി കിടക്കുന്ന പല സംഭവങ്ങളും, നേച്ചറും കൾച്ചറും എല്ലാ വേരിയേഷനും ഡിഫറൻസും എല്ലാം ഉള്ള ഒരു കൺട്രി തന്നെയാണ് ഇന്തോനേഷ്യ. അടിപൊളി. ഒരു പൂച്ച തൻ്റെ ഒപ്പം കൂടിയാണ് ഈ കൃഷി സ്ഥലത്ത് നിന്ന് അതിനെ കൂടെ വരികയാണിത്. നല്ലൊരു പൂച്ച. പക്ഷെ എന്താ പറയണോ, ഇതിൻ്റെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, നമ്മൾ ബൈക്ക് മേലല്ലേ, വല്ല കാറിലൊക്കെയാണ് എടുത്തിട്ട് കൊണ്ടേനി. ഇത് പോകുന്നില്ല, നമ്മളെ കൂടെ ബാക്കിൽ വരികയാണ്. കണ്ടോ, പൂച്ച, നല്ല ഒരു സുന്ദരിയായ പൂച്ച. ഓക്കെ, എന്തായാലും നമ്മൾ ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ട്, എടുത്തിട്ട് നമുക്ക് പോകാം. ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കവർ ചെയ്യാണ്ട്. ഞാൻ ഇത് നിർത്തിപ്പോയി എന്നേ ഉള്ളൂ ഇവിടെ. നമ്മളെ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ് നമ്മൾ. അപ്പോൾ തുടർച്ചയായിട്ട് ബൈക്കുമ്പോഴുള്ളത് ഇങ്ങനെ റോഡ് കാണിക്കണ്ട വിചാരിച്ചിട്ട് ഒന്ന് നിർത്തിയതാണെന്നുള്ളൂ. ഇത് കണ്ടോ, സ്ട്രോബെറി കൃഷിയാണിത് ഇവിടെ. ഈ മലനിരകളിൽ ഇവർ ചെയ്യുന്ന സ്ട്രോബെറി കൃഷിയാണ്. അത് കണ്ടപ്പോൾ ഞാനൊന്ന് ബൈക്ക് നിർത്തി എന്നേ ഉള്ളൂ. നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണിത്. സ്ട്രോബെറി ഉണ്ടോ,
ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. സ്ട്രോബെറികളൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നതേ ഉള്ളൂ. പറിക്കാനായി തുടങ്ങിയതുണ്ട്, വരുന്നതൊക്കെ ഉണ്ട്. ഇതാ കാണിച്ചു തരാം ഞാൻ. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത്. പക്ക ഒരു ഹിൽ സ്റ്റേഷൻ, ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്, തണുപ്പുള്ള ഇവിടുത്തെ. അതായത് സെൻട്രൽ ജാവയിൽ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഇവർ വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തിനുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ഇവിടെ നേരിട്ട് അനുഭവിക്കുന്നത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. വീഡിയോയിൽ അത്ര നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ആളുകൾ വർക്ക് ചെയ്യാണ്. താഴെ പല ടൈപ്പ് കൃഷികളുണ്ട്, സ്ട്രോബെറി, വാഴ, ഇങ്ങനെ നല്ല തണുത്ത പ്രദേശമാണ്. മേലെ മുകളിൽ കണ്ടോ, അതൊക്കെ പൈൻ ഫോറസ്റ്റുകളാണ് മുകളിലുള്ളത്. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വീക്കെൻഡ്, ഹണിമൂൺ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ വരുന്ന ഒരു ലൊക്കേഷൻ, മേജർ ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഇത്. നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളെ നാട്ടിലെ വയനാടിനെ പോലെ, വയനാടിൻ്റെ അതേ രീതിയിലുള്ളൊരു സ്ഥലം, ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടു. വയനാട് നമ്മൾ ചുരം കയറുമ്പോഴേ, അപ്പോൾ അവിടെ നിന്ന് നിർത്തിയിട്ട് അത് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് നിർത്തിയതാണ്. എന്തായാലും അതൊന്നും നിങ്ങൾക്ക് കാണാൻ. ഇത് വയനാട് നമ്മൾ കാണുന്നത് പോലുള്ള സ്റ്റേഷനാണ്, വ്യൂ പോയിന്റ്. ഇവിടെ ആളുകൾ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ആ വയനാട്ടിലെ ആ നമ്മളെ നാട്ടിലുള്ള അതേ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇതുപോലെ ആളുകൾ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുക, ഇങ്ങനെ താഴേക്ക് നോക്കിയിട്ട് കാഴ്ചകൾ ആസ്വദിക്കുക, അതുപോലെ ഇവിടെ ഉള്ള ഒരു സ്ഥലമാണിത്. എല്ലാം ഇതുപോലെ ഫാമിലി, കപ്പിൾസ്, റൈഡേഴ്സ്, അങ്ങനെ വന്ന ആളുകളാണ് ഇതൊക്കെ. ഇവരൊക്കെ അങ്ങനെ ബ്രേക്ക് ചെയ്യാണ്. അത് ബ്രേക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്. റൈഡ് നിർത്തി ഫോട്ടോസ് എടുക്കുക, ചെറിയ കാഴ്ചകളുണ്ട് ഇവിടെ. ഈ മലനിരകൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. അതൊക്കെ ഇങ്ങനെ ഇവർ റീൽസോ ഫോട്ടോസോ ഒക്കെ ആക്കിയിട്ട് ഷൂട്ട് ചെയ്യാണ് ഇവിടെ. പിന്നെ നമുക്ക് ചെറിയ റെസ്റ്റും എടുക്കാം. ഇത് കോഫിയൊക്കെ വിൽക്കുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ സ്റ്റൗവൊക്കെ കൊണ്ടുവന്നിട്ട് ഇവൻ എന്ത് ചെയ്യാണ്, കോഫിയൊക്കെ ഇവിടെ വരുന്ന ആളുകൾക്ക്, നല്ല തണുപ്പാണല്ലോ, കുടിക്കാൻ ഇവന് ബൈക്കുമ്പോൾ തന്നെ സാധനങ്ങൾ വെച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള സംവിധാനം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ 2 ആളുകളുണ്ട് ഇവിടെ. യു ഫ്രം സോളോ? You only two? Together, friends? Yes. Riding? Okay. Very സോളോ എന്ന സിറ്റിയിലുള്ള, അതായത് അവിടെ തന്നെയാണ് ഞാനും താമസിക്കുന്നത്. അവിടെയുള്ള 2 ഫ്രണ്ട്സാണ് ഇവർ. ബൈക്ക്, ദിസ് യുവർ സ്കൂട്ടർ? ഈ ബൈക്കിൽ ഇവർ 2 ഫ്രണ്ട്സ് കൂടെ വന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ടപ്പോൾ പരിചയപ്പെട്ട ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ മീറ്റിംഗ് ആൻഡ് താങ്ക് യു. I am also from Solo. I am living in Solo. Yeah. Holiday? Yeah, holiday. Okay. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു സംഭവം കണ്ടതാണ്, കരാട്ടെ. കുട്ടികൾ കരാട്ടെ പ്രാക്ടീസ് ചെയ്യണം ഇവിടെ. അപ്പോൾ അതെന്തായാലും ഒന്ന് പകർത്താം. ചെറിയ കുട്ടികളുണ്ടോ, കരാട്ടെ പ്രാക്ടീസ് ചെയ്യണം ഇവിടെ. ഇതാണ് ഗുരു ഗുരുവാണത്. ഇവരെ ഗുരു തന്നെയുണ്ട്, ടീച്ചറിന് പറയാം ഗുരു തന്നെയാണ് ഇവരെ ലാംഗ്വേജിലും. രക്ഷിച്ചോ, അടിപൊളിയാണ്.
അങ്ങനെ നമ്മൾ ഇവിടെ ഈ മൗണ്ടെയിൻ ഹിൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ബൈക്കെല്ലാം പാർക്ക് ചെയ്തിട്ടിപ്പോൾ ഇങ്ങനെ ഒരു ലേക്ക് ഉണ്ട് ഇവിടെ. അതിൻ്റെ മുകളിൽ ഈ ഹിൽ സ്റ്റേഷൻ്റെ തവാമാങ്കു ഹിൽ സ്റ്റേഷനിൽ മുകളിലൊരു ലേക്ക് ഉണ്ട്. അത് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ അത് പോകുമ്പോൾ തന്നെ അതിൻ്റെ ഈ വഴി വക്കിലൊക്കെ നമ്മളെ നാട്ടിലുള്ള പോലെ കച്ചവടക്കാരുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ, ഫ്രൂട്ട്സ് വിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ ഇത് കണ്ടോ. ഇവിടുത്തെ മുള ഉൽപ്പന്നങ്ങളാണ്, മുള കൊണ്ടുണ്ടാക്കുന്ന കൊട്ടകൾ, തൊപ്പികൾ, ക്രാഫ്റ്റ് ഐറ്റംസ്, ഓറഞ്ച് ഡ്രസ്സുകൾ, കുട്ടികൾക്കുള്ള ടോയ്സ് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽസ്, റൂംസൊക്കെയാണ് ഇതിവിടെ. നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇവിടുത്തെ പറയുന്നത് പോലെ. അപ്പം ഇനി നമുക്ക് പതുക്കെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം. എവിടേക്ക്? നമ്മളെ ലേക്കിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഒരു 19 കിലോമീറ്റർ ബൈക്ക് റൈഡ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്, ഈ ഹിൽ സ്റ്റേഷനിൽ. രാവിലെ ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ലായിരുന്നു. ഏർലി മോർണിംഗിൽ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഒരു സംഭവം കഴിക്കുകയാണ് ഇവിടെ നിന്ന് ഈ ബൈക്ക് നിർത്തിയിട്ട്. ഇതിന് മീറ്റ് ബോൾ എന്നാണ് പറയുക ഇവിടെ. ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ് മീറ്റ് ബോൾ. അത് ഞാനിത് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അതാണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ചിട്ട് ഇങ്ങനെ ലേക്കിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ ഫുഡിൻ്റെ കൂടെ തന്നെ അങ്ങനെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ കുറേ ആളുകൾ. പിന്നെ സ്ട്രോബെറിയാണിത്, സ്ട്രോബെറി വിൽക്കുന്ന ആളുകളാണ്. നല്ല സ്ട്രോബെറി, സാധാ സ്ട്രോബെറി ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രോബെറിയിൽ ഷുഗർ ക്രീം ചെയ്തിട്ട് കണ്ടോ, ഷുഗർ തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ. ഞാൻ തേനാന്നാ ഫസ്റ്റ് വിചാരിച്ചു, അപ്പോൾ അതല്ല, ഷുഗറിൻ്റെ ഒരു കോട്ടിംഗ് ആണ്. അത് വെച്ചിട്ട് വിൽക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് ലേക്കിൻ്റെ അങ്ങോട്ടൊക്കെ പോയി നോക്കുക, എന്നിട്ട് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാം ഈ ഫുഡുകളൊക്കെ. ഒരുപാട് ഭക്ഷണ സാധനങ്ങളാട്ടോ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒക്കെ സ്ത്രീകൾ ആണ് അധികം കച്ചവടക്കാർ. പല ടൈപ്പ്, എന്താണെന്നൊന്നും അറിയണില്ല. ഇതൊക്കെ പല ടൈപ്പ് ഇലകൾ, ചിപ്സുകൾ, ചിപ്സുകളൊക്കെയാണ്, ചിപ്സ് ഐറ്റംസ് ആണ്. അതെ, ഇവർ ഓരോന്ന് വിൽക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ പോകാനുള്ള അതൊന്നും വാങ്ങിയിട്ട് കഴിക്കാനുള്ള ടൈമും ഇല്ല. വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലേറ്റ് ആവും ചെയ്യും. അപ്പം ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് പോവാണ് ഇതൊക്കെ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവിടെ. ഭയങ്കര തിരക്കാണ്, കാരണം ഞായറാഴ്ചയാണ്. പിന്നെ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ കൂടാണ്. മലനിരകളാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കാണുന്നത്. തവാങ് മാങ്കു മലനിരകൾ, അതിൻ്റെ മുകളിലുള്ള ഒരു ലേക്കിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബിളൊരു സ്ഥലം കേട്ടോ. നല്ല കച്ചവടങ്ങളും അങ്ങനെ ഫൈനലി നമ്മൾ ആ ലേക്കിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഈ മല മുകളിലുള്ള ഹിൽ സ്റ്റേഷൻ്റെ മുകളിലുള്ള ലേക്കിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ളൊരു ലേക്ക് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പലവിധ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അതായത് ബോട്ടിങ്, സാധാരണ ലേക്കുകളിലെ പോലെ ബോട്ടിങ്, സ്പീഡ് ബോട്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ വലിയൊരു മലനിരകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, ടൂറിസ്റ്റുകൾ. ജനത്തിരക്ക് തന്നെയാണ്. സാധാരണ നമ്മളെ നാട്ടിലെ ഹിൽ സ്റ്റേഷനിലുള്ള പോലെ കുതിരകൾ, ബൈക്കുകൾ, ഇതൊക്കെ ഇങ്ങനെ റൈഡേഴ്സിനെ, ടൂറിസ്റ്റിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഫുഡുകളാണ് ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട്. സ്പീഡ് ബോട്ടിൻ്റെ റേറ്റ് ഒക്കെ കണ്ടോ, 1,50,000 അതായത് 750 റുപ്യ. നാട്ടിലെ 1,50,000 പറഞ്ഞാൽ 750 റുപ്യ സ്പീഡ് ബോട്ടിന്. നല്ല സംഭവമാണ്. ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കും നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഇവിടെ ലഭിക്കും.
ഈ ലേക്കിൻ്റെ ചുറ്റും നടക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇതൊക്കെ. ഈ ലേക്കിൻ്റെ പല ഭാഗങ്ങളിലൂടെ തന്നെ സ്പീഡ് ബോട്ടുകൾ ഇങ്ങനെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടൂറിസ്റ്റുകളെയും കൊണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു ചുറ്റളവ് പറഞ്ഞ 2.5-3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഇത് ഫുള്ള് നമ്മൾ നടന്നിട്ട് അല്ലെങ്കിൽ ബൈക്കിലോ പിന്നെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ആയിട്ട് പോകണമെങ്കിൽ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരു 2.5 കിലോമീറ്ററോളം നമ്മൾ കറങ്ങണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലേശം ഒന്ന് നടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആ വഴിയിൽ വെച്ചിട്ട് കാണുന്ന കാഴ്ചകളാണിത്. അങ്ങനത്തെ ബോട്ടുകൾ വരുന്നത്, മലനിരകൾ, ഇതുപോലെ നടന്നു പോകാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക്. ഈ ലേക്കിന് ചുറ്റും ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററോളം ഇങ്ങനെ നടക്കാം. ഇതിലൂടെ അങ്ങനെ ബൈക്ക് ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെ പെർമിറ്റ് അല്ല, ഇതിവിടെ താമസിക്കുന്ന ആളുകൾക്കാണ് ഇവിടെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ടൂറിസ്റ്റുകൾക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. കാരണം വീക്കെൻഡിലൊക്കെ ഇവിടെ എല്ലാവരും ബൈക്ക് എടുത്ത് വന്നു കഴിഞ്ഞാൽ ആകെ ബ്ലോക്കാവും. പിന്നെ ഹോഴ്സ് റൈഡ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇതിനൊക്കെ ചാരിയിട്ട് കണ്ടോ, ഇവിടെ ഓരോ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് തട്ടുകടകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം എടുത്തിട്ട് ഇതേപോലെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. ലേക്കിൻ്റെ വ്യൂ ആസ്വദിച്ചിട്ട് ആളുകൾ പോണത് കാണാം, നടക്കാം. ഇങ്ങനെ ഭക്ഷണം ആസ്വദിച്ചിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ നടന്ന് പോയി കാണണമെങ്കിൽ കാണാൻ രസമാണ്. ഇതിങ്ങനെ നല്ല ക്ഷീണമൊന്നും വരാത്ത കാലാവസ്ഥയാണ്, കൂളിംഗ് ആണ്. ബൈക്കൊക്കെ ഉണ്ട്, നല്ല പ്രത്യേക ടൈപ്പ് ബൈക്കുകളാണ് ഇവിടെ, പഴയ ബൈക്കുകളാണ് ഇതൊക്കെ. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഏതായാലും ടൂറിസ്റ്റുകളായിട്ട്. ഹായ്. ഇത് കുതിരസവാരി ആയിട്ട് പോണ ആളുകൾ. ഇപ്പോൾ ഇവിടെ ഇത് ഒന്നുമില്ല, ഞാൻ ആ ലേക്കിൻ്റെ ഒരു ക്ലോസിംഗ് ആണ് ഇവിടെ അടച്ചു വെച്ചതാ. ഭയങ്കര കാഴ്ച തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. എത്രയോ ഹൈറ്റിന് മുകളിൽ നിൽക്കുന്ന ഒരു മലയാണ്, അതിൻ്റെ മുകളിലുള്ളൊരു ലേക്കാണിത്. 3 ആളുകൾ ഫ്രണ്ട്സ് കേട്ടോ, 3 കമ്പനിക്കാർ. ഇവർ വീക്കെൻഡ് ആയതുകൊണ്ട്, സൺഡേ ആയതുകൊണ്ട് ഇങ്ങനെ ഇതിൽ കട്ട കമ്പനിയാണ്, നമ്മുടെ നാട്ടിലുള്ള പോലെ 3 ചെക്കന്മാർ. അട്ട കമ്പനിയാണ് ഇവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നാ. സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ. ഇവിടെ സിഗരറ്റ് വലി പറഞ്ഞാൽ ഈ പ്രോബ്ലം ഉള്ളതല്ല, ഇവർക്ക് അത് ഇവരുടെ ജീവിതശൈലിയാണ്. സിഗരറ്റ് നമ്മൾ പ്രോത്സാഹിപ്പിക്കല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും. സിഗരറ്റ് പറഞ്ഞാൽ ഇവരെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് സിഗരറ്റ്. അതേപോലെ കോഫി ഇവരങ്ങനെ വലിക്കും. ഏജിൻ്റെ റെസ്ട്രിക്ഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും വലിക്കില്ല, ഇവരങ്ങനെ എടുത്തിട്ട് വലിക്കും അങ്ങനെ ഗ്യാപ്പിൽ. കാരണം കണ്ടമാനം പുകയിലപ്പാടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇന്തോനേഷ്യയിൽ. അതൊക്കെ ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതന്നെ സിഗരറ്റിൻ്റെ ഉൽപ്പാദനം ഇവിടെ വളരെ കൂടുതലാണ്, നല്ല ആളുകൾ വലിക്കുന്ന ആളുകളാണ്. അപ്പം ഇവരിതങ്ങനെ സിഗരറ്റൊക്കെ വലിച്ചിട്ട് കോഫിയൊക്കെ കുടിച്ച് ആസ്വദിച്ചിട്ട് കാലൊക്കെ നീട്ടി ഇരുന്നിട്ട് ഇതിങ്ങനെ കാണുകയാണ്. കണ്ടില്ലേ, ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവരെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. എന്താല്ലേ, ജസ്റ്റ് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു അവിടുന്ന് വേറെ ഒരു വ്യൂവിൽ നമ്മളെ ഈ ലേക്കിൻ്റെ സെൻട്രലായിട്ട് എന്തോ ഒരു ദ്വീപ് പോലെ ഒരു സംഭവം, ഒരു തുരുത്തുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ അതിൻ്റെ അടുത്തെത്തിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാണ്. ഇതാണ് ആ തുരുത്ത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അവിടുന്ന് ഈ ബോട്ടുകളെല്ലാം വന്നിട്ട് പിന്നെ ഈ തുരുത്തിനെ കവർ ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ടാണ് ഇവർ ഫിനിഷ് ചെയ്യുന്നത്. അവരങ്ങനെ തിരിച്ചു പോവാണ് അവിടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെ. അപ്പോൾ അതാണ് ആ കാഴ്ചകൾ. എന്തായാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതാണ് ഈ തവാങ്മാങ്കു മലനിരകൾ, ഇവിടുത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെയുള്ള ഒരു ലേക്ക്, ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഇത്. അപ്പം ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും ഇവരെ കൊണ്ട് ഒരു ഹായ് പറയിപ്പിക്കാം. സേ ഹായ്. ഓക്കെ, താങ്ക് യു.